ഇന്ന് നമുക്ക് മാധുരി ദീക്ഷിത് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മിസസ് ദേശ്പാണ്ഡെ എന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന 8 കൊലപാതകം. കൊലപാതകിയെ ജയിലിലടച്ചു. എന്നാൽ ഇപ്പോൾ അവർ ചെയ്ത അതേ പാറ്റേണിൽ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ജയിലിലാണ് കൊലപാതകിയെങ്കിൽ ആ കോപ്പി ക്യാറ്റ് കില്ലർ ആരാണ്? കോപ്പി ക്യാറ്റ് കില്ലറെ പിടികൂടുവാനായിട്ട് പോലീസിനെ സഹായിക്കുന്നത് ജയിലിൽ കിടക്കുന്ന യഥാർത്ഥ സൈക്കോ കില്ലറും. പിന്നീട് നടന്നതോ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സീരീസിന്റെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് സിനിമാ നടനായ വിരാട് മൽഹോത്ര തന്റെ ഫ്ളാറ്റിലേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ തന്നെ അന്നേ ദിവസം രാത്രി അവന് ഫൺ ചെയ്യാൻ 2 പെൺകുട്ടികൾ വേണമെന്നും അവരെങ്ങനെയുള്ള ലുക്കിലുള്ളവരാകണമെന്നും വിരാട് ആരെയോ ഫോൺ വിളിച്ച് പറയും. തന്റെ ഫ്ളാറ്റിലെത്തി ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമായിരുന്നു ആരോ കോളിംഗ് ബെൽ അടിച്ചതും. പെൺകുട്ടികൾ പെട്ടെന്ന് വന്നു ചിന്തിച്ച് കതക് തുറക്കുമ്പോൾ അതൊരു കറുത്ത മാസ്കും കറുത്ത വേഷവും ധരിച്ച ആളായിരുന്നു. അയാളാണെങ്കിൽ വിരാടിനെ തല്ലുകയും കൊണ്ടുവന്ന കയറുപയോഗിച്ച് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കൊന്നതിനു ശേഷം ബോഡി വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിരുത്തുകയും വിരാടിന്റെ ഒരു അവാർഡ് അവന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്തിട്ട് പോകും. കൊലയാളി പോയി കഴിഞ്ഞ അതേ സമയമായിരുന്നു 2 പെൺകുട്ടികൾ വിരാടിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നതും. അകത്ത് ആരുടെയും തന്നെ ഒരനക്കവും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് ചെന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മരിച്ചിരിക്കുന്ന വിരാടിനെയാണ്. സംഭവ സ്ഥലത്തേക്ക് കമ്മീഷണറായ അരുൺ ഖത്രി എത്തും. വിരാട് മരിച്ചിരിക്കുന്നത് കണ്ട് മുൻപ് നടന്ന സമാനമായ കൊലപാതകങ്ങൾ അരുണിന് ഓർമ്മ വരും. ദൃക്സാക്ഷികളായ പെൺകുട്ടികൾ വരുന്നതിന്റെ CCTV ഫുട്ടേജ് വെച്ച് അവരെത്തുന്നതിന് മുൻപേ തന്നെ മരണം നടന്നിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് ഓഫീസർ വന്ന് പറയുന്നു. ഉടനെ തന്നെ അരുൺ ഹൈദരാബാദിലെ സ്ത്രീകളുടെ ജയിലിലേക്ക് വിളിക്കും. അവിടെ ജയിൽ വാർഡനോട് ആരോ സെല്ലിലുണ്ടോ എന്ന് നോക്കുവാനായും പറയുന്നു. വാർഡനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. വാർഡൻ വന്ന് നോക്കിയിട്ട് പോയത് സീനത്ത് എന്ന തടവുകാരിയാ. 5 വർഷമായി ജയിലിൽ കഴിയുന്ന സീനത്ത് ചിട്ടയായ ജീവിതശൈലി ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരുപാട് രഹസ്യങ്ങളുള്ള ദുരൂഹത നിറഞ്ഞ ഒരു സ്ത്രീയാണ് ഈ സീനത്ത്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനത്തിനെ വാർഡൻ വിളിപ്പിക്കും. അപ്പോഴാണ് വിരാട് മൽഹോത്രയുടെ കൊലപാതകത്തിനെ പറ്റിയും നൈലോൺ കയർ ഉപയോഗിച്ചാണ് വിരാടിനെ കൊലപ്പെടുത്തിയതെന്ന ന്യൂസും സീനത്ത് കാണുന്നത്. സീനത്ത് പെട്ടെന്ന് ഷോക്കായി പോകും. ഇന്നലെ രാത്രി കമ്മീഷണർ അരുണിൽ നിന്നും കോൾ വന്നിരുന്നു. നിന്നെക്കുറിച്ച് അന്വേഷിച്ച്. കഴിഞ്ഞ 5 വർഷമായി നിന്നെ പോലൊരു തടവുകാരി ഞാൻ കണ്ടിട്ടില്ല. നീ ഒന്നും തന്നെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. കോൾ വന്നതിനും ഈ കേസിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വാർഡൻ ചോദിക്കുമ്പോഴോ ഉണ്ട്, അരുൺ സാറിനൊരു മെസ്സേജ് അയക്കണമെന്നുമായിരുന്നു സീനത്തിന്റെ മറുപടി. അതിനുശേഷം കാണിക്കുന്നത് കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചാൽ ഒരു വീടിനുള്ളിലേക്ക് കടക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നവരെയൊക്കെ നോക്കി നിൽക്കുകയാണ് അയാൾ. എന്നിട്ട് അയാൾ മാസ്ക് അഴിക്കുകയാണ്. അതാരാണെന്ന് പറയുന്നതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് സീനത്തിനെ കാണുവാനായിട്ട് അരുൺ എത്തുന്നു. 25 വർഷത്തിനു ശേഷം ആദ്യമായി നീ എനിക്ക് അയച്ച മെസ്സേജ് 4 വാക്കുകളായിരുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന്. എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോഴോ, മുംബൈയിൽ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെയാ, ജയിൽ ചാടി പോയാണോ എന്ന് സീനത്ത് ചോദിക്കും. 25 വർഷങ്ങൾക്ക് മുൻപ് നീ 8 കൊലപാതകം ചെയ്തത് ഏറ്റു പറഞ്ഞപ്പോഴും നീ ഞാൻ കരുതുന്നതിനേക്കാൾ ബുദ്ധിശാലിയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു. മിസ്സിസ് ദേശ്പാണ്ഡെ എന്ന് വിളിക്കുമ്പോഴോ, തന്നെ അങ്ങനെ വിളിക്കരുത്, സീനത്ത് എന്ന് വിളിച്ചാൽ മതിയെന്നും ദേഷ്യത്തോടു കൂടി സീനത്ത് പറയുന്നു. ഞാൻ എന്തായാലും ജയിൽ ചാടി പോയി കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ പോലെ ആരോ കോപ്പി ചെയ്യുന്നുണ്ട്. അതൊരിക്കലും പെണ്ണാകില്ല എന്നും സീനത്ത് പറയും. മുംബൈയിൽ 3 മരണം സംഭവിച്ചെന്നും അരുൺ പറയുമ്പോഴോ, എങ്കിൽ ഉടനെ തന്നെ 2 മരണം കൂടി നടക്കും. 5 കണക്ക്. എനിക്ക് നിങ്ങളെ സഹായിക്കാനാകും. കാരണം എനിക്ക് അവരെ പോലെ ചിന്തിക്കാൻ കഴിയും. പക്ഷേ പകരം എനിക്കൊരു സഹായം ചെയ്യണമെന്നും സീനത്ത് പറയും. അങ്ങനെ അരുൺ ഉയർന്ന ഉദ്യോഗസ്ഥനെ കണ്ട് വിവരം അവതരിപ്പിക്കുന്നു. പക്ഷേ ഉയർന്ന ഉദ്യോഗസ്ഥന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. മുംബൈയിലെ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ വീട്ടിൽ താമസിപ്പിച്ച് കേസ് അന്വേഷിക്കുവാനായി തീരുമാനിച്ച കാര്യം അരുൺ പറയുമ്പോൾ, ഒരു കുറ്റവാളിയെ പിടിക്കുവാനായിട്ട് മറ്റൊരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തരുത് എന്നായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി. അങ്ങനെ അരുൺ അണ്ടർ കവർ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന ACP തേജസിനെ കേസ് ഏൽപ്പിക്കുന്നു. മറ്റൊരു വശത്ത് ജയിലിൽ കിടക്കുന്ന സീനത്ത് നട്ടുകിളർപ്പിച്ച് വെച്ചിരുന്ന കൂണുകളൊക്കെ എടുത്ത് ഉണക്കി പൊടിച്ച് തന്റെ അടിവസ്ത്രത്തിലാക്കി പൊതിഞ്ഞു വെക്കും. തേജസ് ആണെങ്കിൽ കേസ് ഫയലൊക്കെ പഠിക്കുന്നു. സത്യത്തിൽ സീനത്തിന്റെ യഥാർത്ഥ പേര് സീമ എന്നായിരുന്നു. അവരുടെ കോർട്ട് ഓർഡറിൽ സീമ മറ്റൊരു പേരിലാണ് ജയിലിൽ കിടക്കുന്നതെന്നും അതിന്റെ കാരണം എന്താണെന്നും അരുണിനോട് ചോദിക്കുമ്പോഴോ, നടന്ന 8 കൊലകളിൽ ഒരു കൊലപാതകം സീമയാണ് ചെയ്തതെന്ന് സമ്മതിച്ചു. പക്ഷേ എല്ലാം ചെയ്തത് അവളാണെന്ന് അറിയാമെങ്കിലും ഒരു കൊലപാതകത്തിനുള്ള എവിഡൻസ് മാത്രമേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ 7 കൂടി സമ്മതിക്കണമെങ്കിൽ പുതിയ പേര്, പുതിയ സ്ഥലം, പുതിയ ജയിലൊക്കെ ആയിരിക്കണം. പുതിയ ഐഡന്റിറ്റിയിലായിരിക്കണം താൻ അറിയേണ്ടതെന്നും സീമ പറഞ്ഞു. അതിന് സമ്മതിച്ചതുകൊണ്ടാണ് ഹൈദരാബാദ് സെൻട്രൽ ജയിലിൽ സീനത്ത് ഫാത്തിമ എന്ന പേരിൽ സീമ എത്തിയതെന്നും ഹസ്ബൻഡിനെ കൊന്നു എന്ന കുറ്റം മാത്രമേ അവൾക്ക് മേലുള്ളൂ എന്നും അരുൺ പറയുന്നു. സീമയെ കോപ്പി ചെയ്യുന്ന ഒരു കില്ലർ എത്തിയിട്ടുണ്ട്. സീമയെ കോപ്പി ചെയ്യുന്ന ആളിനെ സീമയുടെ സഹായത്തിൽ തന്നെ പിടികൂടണം. അത് കുറച്ച് റിസ്ക് അല്ലേ എന്ന് തേജസ് ചോദിക്കുമ്പോൾ അതെ റിസ്ക് ആണ്, പക്ഷേ എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന് കൂടി അരുൺ പറയും. തേജസിന്റെ അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ മുത്തശ്ശനാണ് അവനെ വളർത്തിയതും. തേജസിന്റെ ഭാര്യ ബ്യൂട്ടി പാർലർ നടത്തുകയാണ്, കുട്ടികളൊന്നുമില്ല. മറ്റൊരു വശത്ത് ജയിലിൽ വെച്ച് സീമയ്ക്ക് നല്ല വയറുവേദന വരും. സീമയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് കുറച്ച് പോലീസുകാർ ആംബുലൻസിൽ കയറും. സത്യത്തിൽ സീമയുടെ അഭിനയമായിരുന്നു അത്. കേസന്വേഷണത്തിനായി പ്ലാൻ ചെയ്തതുപോലെ തന്നെ രഹസ്യ സങ്കേതത്തിലേക്കും സീമയെ കൊണ്ടുപോകും. ഫുൾ ചെക്ക് ചെയ്താണ് അകത്ത് കയറ്റിയതും. സീമയാണെങ്കിലോ ക്യാമറ നിരീക്ഷണത്തിലുമാണ്. കുളിച്ച് ഫ്രഷായി വന്ന സീമ ക്യാമറ കാണാതെ തന്റെ അടിവസ്ത്രം ബെഡിനടിയിലായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം സീമയെ കാണുവാനായിട്ട് തേജസ് മരണം എത്തുകയാണ്. ക്രൈം സീൻ തനിക്ക് കാണണമെന്നും ഫോട്ടോസ് കണ്ടാൽ ശരിയാകില്ല എന്നും സീമ പറയും. ആദ്യം പോകുന്നത് വിരാടിന്റെ ഫ്ളാറ്റിലേക്കാണ്. അവിടെ എത്തുമ്പോൾ തന്നെ എന്തായിരിക്കാം സംഭവിച്ചതെന്ന് കൃത്യമായും സീമയ്ക്ക് മനസ്സിലായി. ട്രോഫി കണ്ടതും സീമ പറയുന്നതോ, കൊലയാളി ഞാൻ ചെയ്ത 3ാമത്തെ കൊലപാതകം കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊന്ന പൊളിറ്റീഷ്യൻ അയാളുടെ 2 പെൺമക്കളെയുമാണ് റേപ്പ് ചെയ്തതും. ഞാൻ അയാളെ കൊന്ന് അയാൾക്ക് കിട്ടിയ ഹ്യൂമാനിറ്റി അവാർഡും അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അതേ പാറ്റേൺ ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ആ കൊലപാതകത്തിന്റെ കാര്യമൊക്കെ കേസ് ഫയലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേസ് ഫയൽ വായിച്ച ആളായിരിക്കാം ഇതിന് പിന്നിലെന്നും സീമ പറയും. കേസ് ഫയൽ വായിച്ചത് 6 പേരാണ്. അതിലൊരാൾ ഞാനാണെന്നും അരുൺ പറയുമ്പോൾ ബാക്കി 5 പേരുടെ ഡീറ്റെയിൽസും വേണമെന്നും തേജസ് പറയും. ഇത്രയും സഹായിച്ചതിന് തനിക്കൊരു ഹെൽപ്പ് വേണമെന്നും സീമ പറയുന്നു. സീമ ആവശ്യപ്പെട്ടത് അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുവാനുള്ള സൗകര്യമായിരുന്നു. അതും ചെയ്തു കൊടുക്കും. പക്ഷേ ദേ പുറകിൽ നിൽക്കുന്ന ആ ഒരു പോലീസ് ഓഫീസറില്ലേ, അയാൾക്കത് അത്ര ഇഷ്ടമായതേയില്ല. സീമ കുക്ക് ചെയ്യുവാനായി ആരംഭിച്ചു. കേസ് ഫയൽ വായിച്ച 5 പേരിൽ 3 പേർ മരണപ്പെട്ടു. പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോഴേ ഫയൽ കത്തിച്ചു കളഞ്ഞു. ഇനി ആകെയുള്ളത് സാറും പിന്നെ രണ്ടാമത്തേത് ഡിഫൻസ് ലോയറുമാണെന്നും തേജസ് പറയുന്നു. അങ്ങനെ തേജസ് ഡിഫൻസ് ലോയറിന്റെ വീട്ടിലെത്തുന്ന സമയത്താണ് സീമയുടെ മറ്റൊരു ഫയൽ മിസ്സിംഗ് ആണെന്നും ഡിഫൻസ് ലോയർ പറയുന്നത്. അതെടുത്തത് മറ്റാരുമായിരിക്കത്തില്ല, എന്റെ മരുമകനാ, അവൻ അല്പം കുഴപ്പം കൂടുതലാണെന്നും വക്കീൽ പറയുന്നു. അപ്പോഴേക്കും മരുമകൻ അവിടേക്ക് വന്നിരുന്നു. അത് മറ്റാരുമല്ല, മുൻപ് മുഖം മൂടി ധരിച്ച് രാത്രിയിൽ ഒരു വീട്ടിൽ കയറി ഉറങ്ങുന്നവരേക്ക് നോക്കിക്കൊണ്ടു നിന്ന ആ ഒരു മാസ്ക് മാറ്റിയ ആളില്ലേ, അയാളാണ്. ഹോഷ് എന്നായിരുന്നു പേര്. ഹോഷ് തേജസിനെ കണ്ടതും വണ്ടിയെടുത്ത് രക്ഷപ്പെടും. ഹോഷിനെ പിടികൂടുവാനായിട്ട് തേജസ് പോലീസുകാരോടും ആവശ്യപ്പെട്ടു. എന്നിട്ട് ഹോഷിന്റെ മുറിയൊക്കെ പരിശോധിക്കുമ്പോഴോ ബാത്റൂമിൽ നിന്നും രഹസ്യമായ ഒരു കെട്ടി ലെറ്റർ കിട്ടും. ആ ലെറ്റർ സീമ എഴുതിയതായിരുന്നു. അരുണിനടുത്തെത്തിയ തേജസ് പറയുന്നത് അവർ നമ്മളെ ചതിക്കുകയാണ് സാറേ എന്നായിരുന്നു. അപ്പോഴേക്കും സീമ താനുണ്ടാക്കിയ ഭക്ഷണം രുചിച്ച് കഴിക്കുകയാണ്. ലെറ്ററുകൾ കിട്ടിയ തേജസ് മരണും സീമയെ കാണുവാനായും എത്തും. സീമ ഹോഷിന് ലെറ്റർ അയച്ചിരുന്നത് അവർ കണ്ടുപിടിച്ചിരുന്നു. ജയിലിലെ സീമയുടെ കൂട്ടുകാരിയാണ് ലെറ്ററുകൾ എത്തിച്ചു കൊടുത്തിരുന്നതും. സീമ ചെയ്ത കുറ്റകൃത്യത്തിൽ ഹോഷിന് ഒരുപാട് പ്രചോദനമുണ്ടായിരുന്നു. ഹോഷ് താൻ റിപ്ലൈ കൊടുത്തില്ല എങ്കിൽ എക്സ്പോസ് ചെയ്യുമെന്ന് വിരട്ടിയിരുന്നത് കൊണ്ടാണ് താൻ റിപ്ലൈ എഴുതിയിരുന്നതെന്നും സീമ പറയും. പക്ഷേ അതൊന്നും തേജസ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഹോഷ് നടത്തിയ 3 കൊലപാതകവും നിങ്ങളുടെ നേതൃത്വത്തിലായിരുന്നില്ലേ, അതിനെപ്പറ്റി ലെറ്ററിലൊന്നിലും പറയുന്നില്ലല്ലോ എന്ന തേജസിന്റെ ചോദ്യത്തിന് ഹോഷിന്റെ ലെറ്ററുകളിൽ തെറ്റ് ചെയ്യുന്നവരെ എങ്ങനെ കൊല്ലണമെന്ന അവന്റെ മനസ്സിലുള്ള ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ കൊല ചെയ്യണമെന്നില്ല. എന്നാൽ അതിന് അരുൺ പറയുന്നതോ ഹോഷ് 3 കൊല നടത്തി, ഇനിയും കൊല ചെയ്യുന്നതിൽ നിന്നും അവനെ തടയണമെന്നും പറയുമ്പോഴോ കൊല ചെയ്യുന്നവർ ആരും തന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. കൊല ചെയ്യുന്നവരാര് അല്ലാത്തവരാരെന്ന് എനിക്ക് കണ്ടാലറിയാം. പക്ഷേ ഞാനും ഹോഷും നേരിൽ കണ്ടിട്ടില്ലല്ലോ. കണ്ടിരുന്നാൽ കുറച്ചുകൂടി വ്യക്തമാകുമായിരുന്നു എന്നായിരുന്നു സീമയുടെ മറുപടി. മറ്റൊരു വശത്ത് വിരാട് മരിച്ചപ്പോൾ കണ്ണു തുറന്നിരിക്കുവാനായിട്ട് ലോക്കൽ ഗ്ലൂ യൂസ് ചെയ്തിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ കണ്ടെത്തും. എന്നാൽ ഹോഷിന്റെ ലെറ്ററുകൾ വീണ്ടും പരിശോധിച്ച സീമ അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തേജസിനെ വിളിപ്പിക്കും. ഹോഷിന് ഏതോ പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ അവൻ നന്നായി ലെറ്റർ എഴുതിയിരുന്നു, എന്നാൽ പിന്നീട് അവൻ വയലന്റായി. എന്റെ ഫ്രണ്ട്ഷിപ്പിന് ആരും യോഗ്യനല്ല എന്നായിരുന്നു എഴുതിയിരുന്നതും. പിന്നീട് അവൻ ക്രൂരമായി എഴുതുവാനായും തുടങ്ങി. ആരാണ് ഹോഷിന് കിട്ടിയ ഫ്രണ്ടെന്ന് കണ്ടെത്തണമെന്നും സീമ പറയും.
ഹോഷിന്റെ അങ്കിളിന്റെ വീട്ടിലെത്തിയ തേജസ് ഹോഷിന്റെ ഫ്രണ്ടിനെ പറ്റി തിരക്കും. അവന് സ്കൂൾ മുതൽ കോളേജ് വരെ ഒരു ഫ്രണ്ട്സുമില്ല. അവന്റെ സ്വഭാവത്തിന് ആരും തന്നെ അവനോട് കൂട്ടുകൂടില്ല. ആരെങ്കിലും ഹായ് എന്ന് പറഞ്ഞാൽ അവരോട് പോയി ഒട്ടും. എന്നാൽ ഹോഷിനിടയ്ക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കിട്ടി. അവിടുത്തെ എഞ്ചിനീയർ കൊണ്ടുവിടുന്നതും ഞാൻ കണ്ടിരുന്നുവെന്നും അങ്കിള് പറയുന്നു. അങ്ങനെ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെത്തി അന്വേഷിക്കുമ്പോഴോ ഈ ഹോഷ് ഒരു സൈക്കോയാ. ജതിൻ സാർ പാവം തോന്നി അവന് ജോലി കൊടുത്തതാ. സാറിനെ അവൻ ഫ്രണ്ടാക്കി കൊണ്ടു നടന്നു. തനി സ്വഭാവം അറിഞ്ഞപ്പോൾ അവന് സാർ പറഞ്ഞു വിട്ടു. ജതിൻ സാർ ഇപ്പോൾ എവിടെയാണെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളും തിരക്കുകയാണെന്നും സ്റ്റാഫ് പറയുന്നു. ജതിന്റെ ഭാര്യയും മകളും എവിടാണെന്ന് കണ്ടെത്തുവാനേയും അരുൺ പറയും. എന്നാൽ ഈ ജതിനെ ഹോഷ് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ജതിന്റെ വീട്ടിലേക്കും ഹോഷ് എത്തുന്നുണ്ട്. അവിടെ ഭാര്യയും മകളെയും ഹോഷ് കെട്ടിയിട്ടിരിക്കുന്നു. എന്നാൽ അവിടേക്ക് തേജസും കൂട്ടരും വരികയും ഹോഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഹോഷിനെ എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും അവൻ ചെയ്ത തെറ്റൊന്നും സമ്മതിക്കുന്നില്ല. സീമയെ തനിക്ക് നേരിട്ട് കാണണം, എങ്കിൽ മാത്രമേ ചെയ്ത തെറ്റെല്ലാം താൻ ഏറ്റുപറയൂ എന്നതായിരുന്നു ഹോഷിന്റെ മറുപടി. അങ്ങനെ സീമയെ കാണിക്കുവാനായിട്ട് ഹോഷിനെ കൊണ്ടുവരും. സീമയെ കണ്ട് സന്തോഷമായ ഹോഷ് കൊല ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സിനെ പറ്റി സീമയോട് പറയും. എന്നാൽ സീമ ചോദിക്കുന്നതോ, നീ ആരെയും കൊന്നിട്ടില്ല, നിന്റെ മനസ്സിന്റെ തോന്നലുകളാണ് നീ ഈ പറയുന്നത്. സത്യം പറ, ജതിൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഹോഷ് കരയുവാനായും തുടങ്ങി. ജതിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലവും ഹോഷ് പറഞ്ഞു കൊടുക്കും. എന്നാൽ സീമയാണെങ്കിലോ കരയുന്ന ഹോഷിനെ തന്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചിട്ട് മൈക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് എന്തോ പറയുന്നു. അത് കണ്ട് ദേഷ്യം വന്ന തേജസ് സീമയ്ക്കടുത്തേക്കെത്തി. ഹോഷാണെങ്കിൽ അത് കേട്ടതും പൊട്ടിക്കരയുകയാണ് ചെയ്തതും. നിങ്ങൾ എന്താ അവനോട് പറഞ്ഞതെന്ന് തേജസ് ചോദിക്കുമ്പോൾ ഇവനല്ല യഥാർത്ഥത്തിൽ കൊലയാളി. യഥാർത്ഥ കൊലയാളി മാറിയിരുന്ന് അടുത്ത ഇരയെ തേടുകയാണെന്നും എത്രയും വേഗം കൊലയാളിയെ കണ്ടെത്തണമെന്നായിരുന്നു സീമ തേജസിനോട് പറഞ്ഞതും. ജതിനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടെത്തി ജതിനെയും രക്ഷിക്കും. സീമ പറഞ്ഞതുപോലെ തന്നെ കൊലയാളി തന്റെ അടുത്ത ഇരയെ കണ്ടെത്തി കൊല ചെയ്യും. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയാണ്. കൊലയാളിയെ പിടികൂടുവാനായിട്ട് സ്പെഷ്യൽ ടീമിനെയും രൂപീകരിക്കും. അരുണാണെങ്കിലോ പ്രസ് മീറ്റും വിളിച്ചു ചേർക്കും. അത് ടിവിയിലൂടെ കേട്ടുകൊണ്ട് ഒരാൾ ടാറ്റു ചെയ്യുകയാണ്. ടിവിയിൽ തേജസിനെ കാണിക്കുമ്പോൾ അയാൾ പുഞ്ചിരിക്കുന്നുമുണ്ട്. ആരാണ് അയാളെന്ന് അപ്പോൾ പറയുന്നതേയില്ല. അന്ന് സീമ മൈക്ക് പൊത്തിപ്പിടിച്ച് പറഞ്ഞതെല്ലാം ക്ലിയർ ആക്കി കൊടുത്തിരിക്കുകയാണ്. സീമ അന്ന് ഹോഷിനോട് പറഞ്ഞത് അവൻ ജീവിക്കുവാനായിട്ട് യോഗ്യനെയല്ല, ഒരു കഴിവുമില്ലാത്ത കഴിവുകെട്ടവനാണ്. നിന്റെ അഭിനയം നിർത്തി നീ മരിക്കണം, നീ ഈ ലോകത്ത് നിന്ന് പോകണമെന്നായിരുന്നു സീമ പറഞ്ഞതും. എന്നാൽ സീമ പറഞ്ഞതെല്ലാം ആലോചിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹോഷ് ജനൽ ചില്ല് പൊട്ടിച്ച് ഗ്ലാസ് കൊണ്ട് നരമ്പറുത്ത് മരിക്കുന്നു. ആ വിവരം തേജസ് അറിയും. സീമയുടെ അടുത്തേക്ക് എത്തിയ തേജസ്, നിങ്ങൾ കാരണമാണ് ഹോഷ് മരിച്ചത്, എങ്കിലല്ലേ നിങ്ങളുടെ രഹസ്യം ആരും അറിയാതെ ഇരിക്കുമെന്ന് പറയും. അന്ന് സീമയെ കാണുവാനായിട്ട് ഹോഷ് വന്ന സമയത്ത് സീമയുടെ രഹസ്യം തന്നിൽ സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ചിരിച്ചുകൊണ്ട് സീമ അത് സമ്മതിക്കും. അങ്ങനെ അരുൺ നാലാമതായി നടന്ന കൊലപാതകത്തിന്റെ ചിത്രവും കാണിച്ചു കൊടുക്കും. ഫോട്ടോ കണ്ട സീമ പറയുന്നത് മരണപ്പെട്ട ആളും കൊലയാളിയും തമ്മിൽ പരിചയമുണ്ടായിരിക്കണം. കാരണം നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ആളിനെ പെട്ടെന്ന് കഴുത്തിൽ കുരുക്കിടാനാകില്ല. പിന്നിലൂടെ വന്ന് കാലിൽ തട്ടി വീഴ്ത്തി കുരുക്ക് മുറുക്കിയാണ് കൊന്നിരിക്കുന്നതും. ഞാൻ കൊല ചെയ്യുവാനായിട്ട് ഈ ഒരു ടെക്നിക്കായിരുന്നു യൂസ് ചെയ്തിരുന്നതെന്നും എന്റെ ഫയൽ നന്നായിട്ട് പഠിച്ച ആരോ ആണ് കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിലെന്നും സീമ പറയുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിയ തേജസിനെ ഹോഷിന്റെ അങ്കിളായ വക്കീൽ കോൾ ചെയ്യും. ഒരു കാര്യം പറയാൻ മറന്നു. ഫയലെല്ലാം ഡിജിറ്റലൈസ് ആക്കുന്നതിന്റെ കോൺട്രാക്ട് കോടതി ഒരു IT കമ്പനിയെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഫയലിന്റെ ആക്സസ് IT എംപ്ലോയീസിന് ഉണ്ടാകുമെന്നും അങ്കിൾ പറയും. ഉടനെ തന്നെ തേജസ് കോൺട്രാക്ട് എടുത്ത IT കമ്പനിയെയും അന്ന് വർക്ക് ചെയ്തിരുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ടും പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ടാറ്റു അടിച്ചുകൊണ്ടിരുന്ന അയാളില്ലേ, അയാൾ തന്റെ വീട്ടിലെത്തി ഒരു ബാഗ് എടുക്കുകയാണ്. അതിലൊരു സ്ത്രീയുടെ ചുരിദാറും അവരുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുള്ളത് സീമ തന്നെയാണ്. സീമയ്ക്കൊപ്പം 2 ആൺകുട്ടികളുമുണ്ട്. കൂടാതെ പച്ച കളർ നൈലോൺ കയറും അവൻ കയ്യിലെടുക്കും. എന്നാൽ മറ്റൊരു വശത്ത് സീമ അന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന മഷ്റൂംസ് എല്ലാം വെച്ച് ആഹാരമുണ്ടാക്കി പോലീസുകാർക്ക് കൊടുക്കുന്നു. അത് കഴിച്ചതും അവർ മയങ്ങിപ്പോകും. ആഹാരം കഴിക്കാതിരുന്ന ഒരു പോലീസ് ഓഫീസറിനെ തനിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തി മയക്കി കിടത്തിയിട്ട് കുറച്ച് കാശുമെടുത്ത് രക്ഷപ്പെട്ടു പോകും. നേരെ പോകുന്നത് ഒരു അപ്പാർട്ട്മെന്റിലേക്കാ. കോളിംഗ് ബെൽ അടിച്ചപ്പോഴോ ഓപ്പോസിറ്റ് ഫ്ളാറ്റിലുള്ളവർ പുറത്തു വരുമെന്നായപ്പോൾ സീമ താഴേക്ക് വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. സീമ രക്ഷപ്പെട്ടു പോയ വിവരം തേജസ് അറിയും. തേജസിന് ഒരുപാട് ദേഷ്യം വരും. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുകയാണ് തേജസ്. മാത്രവുമല്ല അവസാനം സീമ തേജസിന്റെ ഫാമിലിയെക്കുറിച്ച് തിരക്കിയിരുന്നു. അതറിഞ്ഞ അരുണാണെങ്കിൽ വീട്ടുകാരെ വിളിച്ചൊന്ന് തിരക്കുവാനായിട്ടും തേജസിനോട് പറയും. മുത്തശ്ശനെ വിളിച്ചപ്പോൾ അവിടെ ആരും ചെന്നിട്ടില്ല എന്നറിയുവാനായി കഴിഞ്ഞു. എന്നാൽ വൈഫായ തൻവിയെ വിളിച്ചിട്ട് തൻവി കോൾ എടുക്കുന്നില്ല.
കാരണം സീമ നേരെ പോയത് തൻവിയുടെ സലൂണിലേക്കായിരുന്നു. സീമയ്ക്ക് ഹെയർ കട്ട് ചെയ്യുന്നതിനാലാണ് തൻവി കോൾ എടുക്കാതിരുന്നതും. മുൻപ് തേജസ് അണ്ടർ കവർ ഓപ്പറേഷന് പോയ സമയത്ത് ഒരു രഹസ്യ ക്യാമറ സലൂണിൽ സെറ്റ് ചെയ്തിരുന്നു. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹെയർ കട്ട് ചെയ്യുന്ന സീമയെ കാണും. ദേഷ്യം വന്ന തേജസ് സലൂണിൽ പോയി സീമയും കൂട്ടിക്കൊണ്ടു പോകും. നേരെ പോകുന്നത് വിജനമായ കാട്ടിലേക്കാണ്. എൻകൗണ്ടർ ചെയ്യുവാനാണ് കൊണ്ടുപോകുന്നതെന്നും സീമയ്ക്ക് മനസ്സിലായി. നിങ്ങൾ എന്തിനെന്റെ വൈഫിന്റെ സലൂണിൽ പോയി? നിങ്ങളെപ്പോലൊരു സീരിയൽ കില്ലർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തേജസ് പറയുമ്പോൾ എനിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷേ എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ മകനൊപ്പം എനിക്ക് ജീവിക്കണം. എന്റെ മകനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. അതേ തേജസ്, നിന്റെ അമ്മയാണ് ഞാൻ. നിന്റെ അമ്മ ആക്സിഡന്റിൽ മരിച്ചിട്ടില്ല, ഞാനാണതെന്നും സീമ പറയുന്നു. അത് കേട്ടതും തേജസ് ഞെട്ടിപ്പോകുന്നു. സീമ യഥാർത്ഥത്തിൽ ആരാണ്? അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? 8 കൊലപാതകം എന്തിന് സീമ ചെയ്തു? ടാറ്റു ചെയ്തുകൊണ്ടിരുന്ന ആ ഒരാളില്ലേ, അയാൾ ആരാണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.